السلام عليكم ورحمة الله تعالى وبركاته. الحمد لله كفى والسلام على عباده النعمة أما بعد. ബദറൻ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹിന്റെ വലിയ തൗഫീഖ് കൊണ്ട് ഹിജ്റ 11-ാം മാസമാകുന്ന ദുൽഖഅദ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രഭാതം ദുൽഖഅദ് മാസത്തിന്റെ ആദ്യത്തെ പ്രഭാതം അല്ലേ? ഇന്നലെ പിറകണ്ടു, ഇന്ന് ആദ്യത്തെ ദുൽഖഅദ് മാസത്തിലെ ആദ്യ പ്രഭാതമാണ്. ഇന്ന് മുതൽ പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ് മാസത്തിലൂടെയുള്ള സുന്ദരമായ പ്രതിഫലങ്ങൾ വാരിക്കോരിയെടുക്കാൻ കഴിയുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്താണ് ഈ മുഹറം മാസം, ഈ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ദുൽഖഅദ് മാസത്തിന് പ്രത്യേകമായ എന്തെങ്കിലും പദവികളുണ്ടോ? ദുൽഖഅദ് മാസത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനുണ്ടോ എന്ന് പലരുടെയും സംശയത്തിലുണ്ട്. സാധാരണ ഒരു മാസം പോലെ അല്ലേ? റമളാനൊന്നും അല്ലല്ലോ, റബീഉൽ അവ്വൽ അല്ലല്ലോ, ദുൽഹിജ്ജ മാസമൊന്നും അല്ലല്ലോ. ദുൽഖഅദിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പലരും ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നതിന്റെ പ്രത്യേകതകളും ഈ പരിശുദ്ധമായ മാസത്തിൽ നബിതങ്ങൾ അധികമായി ചൊല്ലിയിരുന്ന ഈ ചൊല്ലാൻ നമ്മളോട് പറഞ്ഞ ഒരു മഹത്തരമായ ദുആയും കൂടി നമ്മളൊന്ന് പഠിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഖഅദ് മാസം, ആ മാസത്തിന്റെ പ്രത്യേകതകളുണ്ട്. എന്താണ് ദുൽഖഅദ? ആ പേരിന്റെ അർത്ഥം എന്താണ്? അതാണ് ഒന്നാമത്തെ പ്രത്യേകത. ദുൽഖഅദ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാസം. ഖഅദ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. ഖഅദ എന്ന പദത്തിനർത്ഥം, അറബി പദത്തിനർത്ഥം ഇരുന്നു എന്നതാണ്. നമ്മൾ ഇജ്ലിസ്, മദ്രസയിലൊക്കെ പറയും, കുട്ടികൾ ഇജ്ലിസ് ഇരിക്കാൻ പറയില്ലേ? ജലസ എന്ന വാക്കിന് അതുപോലൊരു മറ്റൊരു പദമാണ് ഖഅദ എന്ന വാക്ക്. ഖഅദ എന്ന് പറഞ്ഞാൽ ഇരിക്കുക. ദുൽഖഅദ് എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാസം എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ദീനിന്റെ പ്രചാരക പ്രബോധന ദൗത്യവുമായി മുന്നോട്ടുള്ള സഞ്ചാര പാതയിൽ ഒരുപാട് യുദ്ധങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിലുകളെല്ലാം മാറ്റിവെച്ച് നബിതങ്ങൾ വിശ്രമിച്ച, നബിതങ്ങൾ ഇരുന്ന മാസമാണ് പരിശുദ്ധമായ ദുൽഖഅദ് മാസം. അതുകൊണ്ട് തന്നെയാണ് ആ പേരിന് ദുൽഖഅദ് എന്ന പേര് വരാൻ കാരണമെന്ന് മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത ആ മാസത്തിന്റെ പേരിനോട് തന്നെയാണ്. രണ്ടാമത്തെ പ്രത്യേകത, അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പ്രത്യേകതയാണ്. ഇവിടെയാണ് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവുള്ളത്. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫി കിതാബില്ലാ. ലോകം തുടങ്ങിയ അന്ന് മുതൽ അള്ളാഹുവിന്റെ ഏടിൽ ഈ ലോകത്തിൽ 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളിൽ 4 മാസം അള്ളാഹു ആദരിച്ചു, 4 മാസത്തെ ബഹുമാനിച്ചു, 4 മാസത്തെ അള്ളാഹു പരിഗണിച്ചു. അതിലൊരു മാസമാണ് പരിശുദ്ധമായ ദുൽഖഅദ്. മനസ്സിലായില്ലേ? ഇപ്പൊ പ്രത്യേകത ഉണ്ടോ? മനസ്സിലായി? അള്ളാഹ് ആദരിച്ചതാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹു നിന്ദിച്ചതിനെ നമ്മൾ നിന്ദിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹ് ഹലാലാക്കിയതിനെ നമ്മൾ പിടിക്കണം. അള്ളാഹ് ഹറാമാക്കിയതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ഇത് നേരെ തിരിച്ചാണ്. അള്ളാഹ് ഹറാമാക്കിയതിനെ നമ്മൾ എടുക്കും, അള്ളാഹ് ഹലാലാക്കിയതിനെ നമ്മൾ ഒഴിവാക്കും. അങ്ങനെയല്ല. പരിശുദ്ധമായ ദുൽഖഅദ് മാസം ആ പവിത്രമായ 4 മാസങ്ങളിൽ ഒരു മാസമാണ് എന്ന് പരിശുദ്ധമായ ഖുർആന്റെ തഫ്സീറുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പൊ പിന്നെന്താ പ്രത്യേകത ഇല്ലാത്ത? മാത്രമല്ല, ഈ അള്ളാഹു പ്രത്യേക പരിഗണന കൊടുത്ത ഒരു നേട്ടം കൂടിയുണ്ട്. ഓരോ ഇബാദത്തിനും, ഒരു തസ്ബീഹിന് പോലും അക്സറു സിയാദത്തു സവാബ്, പ്രതിഫലം അധികമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ ഒരു നന്മയാണ് നമുക്ക് കിട്ടാന്ന് വിചാരിക്കുക ശവ്വാലിൽ അല്ലെങ്കിൽ മറ്റുള്ള മാസങ്ങളിൽ. പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൽ അക്സറു സവാബ, അള്ളാഹു പ്രതിഫലം വാരിക്കോരി തരുന്ന മാസമാണ്. അത് മാത്രമല്ല, അതിന്റെ ഒരു എതിർവശം കൂടിയുണ്ട്. ഒരു തെറ്റ് ചെയ്ത ശിക്ഷയും കൂടുതലുണ്ടാവും. അള്ളാഹ് ആദരിച്ച മാസമല്ല, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അള്ളാഹ് ആദരിച്ച പരിശുദ്ധമായ കഅബ, അള്ളാഹ് ആദരിച്ച ഖുർആൻ, അള്ളാഹു ആദരിച്ച പരിശുദ്ധമായ ഹദീസുകൾ, അള്ളാഹു ആദരിച്ചതായ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ, ദീനിന്റെ അടയാളങ്ങൾ, അതിനെല്ലാം ആദരിക്കുക, ബഹുമാനിക്കുക. ദീനിന്റെ നിയമങ്ങളെ, ദീനിന്റെ അടയാളങ്ങളെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമല്ലേ? അതുകൊണ്ട് തന്നെ അതിനെ നിന്ദിക്കൽ, അതിനെ കളിയാക്കൽ കുഫർ സംഭവിക്കും. ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകും. അള്ളാഹ് ആദരിച്ചതാണ് ഖുർആൻ. ഖുർആനെ നിന്ദിച്ച എന്താ അവസ്ഥ? നഊദു ബിൽ, അള്ളാഹ് കാക്കട്ടെ. അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത, അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച പ്രതിഫലത്തിന് പർവ്വത സമാനമായ പ്രതിഫലം കൊടുക്കും. പ്രതിഫല അമലുകൾക്ക് പർവ്വത സമാനമായ പ്രതിഫലം കൊടുക്കുന്ന മാസമാണ് പരിശുദ്ധമായ ദുൽഖഅദ്. രണ്ടെണ്ണമായില്ലേ? ഇനി മൂന്നാമത്തത്, നമുക്കറിയാം മഹാപ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം. അള്ളാഹുമായി സംസാരിച്ച പ്രവാചകനാണ് മൂസാ നബി. മൂസാ നബിയോട് അള്ളാഹ് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് ഞാൻ തൗറാത്ത് തരാൻ ഉദ്ദേശിക്കാം. തൗറാത്ത് തരാൻ ഉദ്ദേശിക്കുന്ന നബി തങ്ങളോട് മൂസാ നബിയോട് പറഞ്ഞു, 30 ദിവസം നോമ്പനുഷ്ഠിക്കണം. നമ്മളെപ്പോലെയല്ല തഫ്സീറുകൾ, കിതാബുകൾ കാണാം മൂസാ നബിയുടെ നോമ്പിന് പ്രത്യേകതയുണ്ട്. നമ്മളെപ്പോലെ തന്നെ
ചില പ്രത്യേകത കൂടി. നമുക്ക് തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, ശാരീരിക ബന്ധത്തിൽ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇതൊക്കെ തന്നെയാണെങ്കിലും മൂസാ നബിയുടെ പ്രത്യേകതയുണ്ട്. സംസാരിക്കാൻ പാടില്ല, സുബ്ഹാനല്ലാഹ്, സംസാരിക്കാൻ പാടില്ല. അതുപോലെ കുളിക്കാൻ പാടില്ല, സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഉസ്താദ്, അങ്ങനത്തെ നോമ്പുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്നവരുണ്ടാകും അല്ലേ? അങ്ങനെയുള്ള പ്രത്യേകമായ നിയമവശങ്ങളിലൂടെയാണ് മൂസാ നബിക്ക് നോമ്പെടുക്കാൻ പറഞ്ഞത്. ആ 30 ദിനരാത്രങ്ങൾ നോമ്പെടുത്തത് പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിലായിരുന്നു എന്ന് ഹദീസുകളിലൂടെ, തഫ്സീറുകളിലൂടെ, കിതാബുകളിലൂടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പൊ മൂസാ നബിക്ക് തൗറാത്ത് കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത, അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ തയ്യാറാക്കിയ മാസം പരിശുദ്ധമായ ദുൽഖഅദ് മാസമാണ്. നാലാമത്തത് അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഉംറ നിർവഹിച്ചു. ആ പരിശുദ്ധമായ ഉംറ നിർവഹിച്ച 3 ഉംറകളും മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറ നിർവഹിച്ചത് പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിലായിരുന്നു. 3 പരിപൂർത്തീകരിച്ചത് ദുൽഖഅദ് മാസത്തിലായിരുന്നു. അപ്പൊ നബി തങ്ങൾ ജീവിതത്തിൽ ഉംറ നിർവഹിച്ച മാസം പരിശുദ്ധമായ ദുൽഖഅദ് മാസം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, റമളാൻ മാസം കഴിഞ്ഞാൽ പരിശുദ്ധമായ ഉംറയ്ക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്, മഹത്വമുള്ളത്, മഹാത്മ്യമുള്ളത് ദുൽഖഅദ് മാസത്തിലാണെന്ന് മഹാരഥന്മാർ. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്കും ഉംറ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അതുപോലെ 5ാമത് മഹത്തുക്കൾ ദുൽഖഅദ് മാസത്തിന്റെ പ്രത്യേകതകളായി പറയുന്നു, ഉളുഹിയ കർമ്മവുമായി ബന്ധപ്പെടുന്ന മാസമാണ് ദുൽഖഅദ് മാസം. മാടിനെ വാങ്ങുക, അല്ലെങ്കിൽ ആടിനെ വാങ്ങുക, അതിന്റെ മൃഗത്തെ വാങ്ങുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക, അല്ലെങ്കിൽ ഷെയർ കൊടുക്കുക, അങ്ങനെയുള്ള ഉളുഹിയ കർമ്മങ്ങളുമായി ബന്ധപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ ദുൽഖഅദ് മാസം. 6ാമത് പരിശുദ്ധമായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, പരിശുദ്ധമായ ദുൽഖഅദ് മാസം ഹജ്ജിന് വേണ്ടി അറിയപ്പെട്ട മാസമാണ്. ഹജ്ജിന് വേണ്ടി അറിയപ്പെട്ട മാസമാണ്. അതുപോലെ 7ാമത് മഹാരഥന്മാർ പറയുന്നു, വിശ്വാസികൾ ഒരുങ്ങി തയ്യാറാകേണ്ട ഹജ്ജിന് വേണ്ടിയും അതിഥികളെ, അള്ളാഹുവിന്റെ അതിഥികളായി പോകുന്നവരെ യാത്രയയക്കാനും ദുആ വസിയത്ത് നടത്തുവാനും അവർക്ക് വേണ്ടി തയ്യാറാകുവാനുമുള്ള ഒരു ഒരുങ്ങി തയ്യാറകലിന്റെ മാസവും കൂടിയാണ് ദുൽഖഅദ് മാസം. അള്ളാഹു പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ വളരെ പവിത്രമുള്ള ഒരുപാട് പവിത്രതകളുണ്ട്. അതിൽ 7 എണ്ണമാണ് നമ്മൾ എണ്ണി പറഞ്ഞത്. ഇനി ഒരുപാടുണ്ട്. നമ്മൾ നിത്യജീവിതവുമായി കണക്ട് ചെയ്യുന്ന 7 എണ്ണം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തെ നമ്മൾ ആദരിക്കണം, ദുൽഖഅദ് മാസത്തെ നമ്മൾ ബഹുമാനിക്കണം, ദുൽഖഅദ് മാസത്തിൽ നന്മയായ പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കണം. അള്ളാഹു ആദരിച്ച മാസത്തെ നമ്മൾ ആദരിക്കണം. എങ്ങനെ? കൃത്യമായി നിസ്കരിക്കുക, കൃത്യമായി പരിശുദ്ധമായ തിങ്കളും വ്യാഴൊക്കെ നോമ്പെടുക്കാൻ കഴിയും നോമ്പെടുക്കുക, അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിപ്പിക്കുക, നമ്മുടെ കൽബിനെ നന്നാക്കുക. ഇത് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിൽ നന്മയായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോകുന്ന നമ്മുടെ കൽബ് അത് വലിയ പ്രശ്നമാണ്. നബി തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്അ, നമ്മുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം നന്നായാൽ ശരീരം മുഴുവനും നന്നാകും, അത് മോശമായാൽ ശരീരം മുഴുവനും മോശമാകും. അത് നബി തങ്ങൾ പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ കൈ മുഷ്ടി ചുരുട്ടിയാൽ എത്രയുണ്ടോ അത്രയും അളവുള്ള ഹൃദയമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൽബ് നന്നാകണം. ആ കൽബ് നന്നായവർക്കേ എന്തുണ്ടാവുള്ളൂ? അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു പോകാൻ കഴിയൂ. ആരോടും വെറുപ്പില്ലാത്ത, ആരോടും കലർപ്പില്ലാത്ത, ആരോടും വിദ്വേഷമില്ലാത്ത പരിശുദ്ധമായ കൽബ്. ഇല്ലാ മൻ അത്തല്ലാഹു ഖൽബൻ സലീമ, അള്ളാഹു രക്ഷപ്പെട്ട ഹൃദയങ്ങൾക്കാണ് സ്വർഗം കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ ദുൽഖഅദ് മാസത്തിന്റെ ആദ്യത്തെ പ്രഭാതത്തിൽ നമ്മൾ ദുആ പഠിക്കാൻ പോവാണ്. എന്തിനെന്നറിയോ? ദുആ നമ്മുടെ കൽബ് നന്നാകാൻ. നബി തങ്ങൾ അധികമായി ചൊല്ലിയിരുന്ന ഈ ദുൽഖഅദ് മാസത്തിൽ വിശ്വാസികൾ ഹൃദയാന്തരങ്ങളെ നന്നാക്കി ഒരുക്കി തയ്യാറാക്കേണ്ട, ഇബാദത്തിലായി പൂർണ്ണമായും സർവ്വസ്വം സമർപ്പിക്കേണ്ട ഈ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു. ഈ പ്രാർത്ഥന ആരെങ്കിലും അധികരിപ്പിച്ചാൽ മുത്തുനബി തങ്ങൾ പറയുന്നു, അവന്റെ കൽബ് അള്ളാഹു നന്നാക്കി കൊടുക്കും. വഴക്കുകളെ തൊട്ട്, വക്രതകളെ തൊട്ട്, കലാപങ്ങളെ തൊട്ട്, അല്ലെങ്കിൽ ഒരുപാട് വഴക്കുകളെ തൊട്ട്, മാനസിക ബുദ്ധിമുട്ടുകളെ തൊട്ട് കൽബ് അള്ളാഹു ശുദ്ധീകരിക്കും. കൽബ് ശുദ്ധീകരിക്കാൻ നബി തങ്ങൾ ഈമാനികമായി കൽബിനെ നന്നാക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഇത്. നമ്മൾ പഠിക്കുക. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് പ്രാർത്ഥന എന്നല്ലേ? അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. അള്ളാഹു ഇത് അമൽ ചെയ്യാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ
സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. നബി തങ്ങൾ പഠിപ്പിച്ചതാണ് അല്ലാഹുവേ ആത്തി നഫ്സി തഖ്വാഹാ, പടച്ചവനെ ഞങ്ങൾക്ക് തഖ്വയുള്ള ഹൃദയം തരണേ അല്ലാ. വസക്കിഹാ, അതിനെ നീ പരിശുദ്ധമാക്കണം അല്ലാ. അൻത ഖൈറു മൻ സക്കാഹാ, പരിശുദ്ധമാക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ നീയാണ് പടച്ചവനെ. അൻത വലിയുഹാ, അല്ലാഹുവേ വമൗലാഹാ, നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥ റബ്ബേ, നീയാണ് ഞങ്ങളുടെ എല്ലാ സത്യസംഹാര മൂർത്തി പടച്ചവനെ. അല്ലാഹു ഞങ്ങളുടെ കൽബിനെ ശരീരങ്ങളെ എല്ലാം നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. ഈ പ്രാർത്ഥന അധികരിപ്പിക്കുന്നവരുടെ കൽബ് നന്നാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ദുൽഖഅദ മാസത്തിൽ ഒരുപാട് സൽപ്രവർത്തനങ്ങളുടെ സൽപാന്താവിലേക്ക് നമുക്ക് നയിക്കാൻ അല്ലാഹു വലിയ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെ അല്ലാഹു നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറിന്റെ വാതായനങ്ങൾ മലർക്കെ തുറന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവെന്നാണ് നമ്മുടെ ആശയം. എല്ലാവരും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ദുആ ചെയ്യുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.